നമസ്കാരം, ശ്രുതിസ് കുക്കറിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രുതി നിതിൻ. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആട്ടോ ചെയ്യുന്നത്. അതും ബിസ്ക്കറ്റ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ടാക്കണേക്കാളും കുറച്ചും കൂടി എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പിന്നെ പക്ക ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ടേസ്റ്റ് ആണെന്നൊന്നും പറയുന്നില്ല കേട്ടോ. എന്നാലും ബിസ്ക്കറ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് തന്നെയാണ്. പിന്നെ ഈ കേക്ക് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ നമ്മൾ വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഐസിങ് എങ്ങനെ ചെയ്തെടുക്കാം. പിന്നെ ബീറ്റർ ഉപയോഗിക്കുന്നില്ല, ഓവൻ ഇല്ലാതെയാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. പിന്നെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള പൈപ്പിംഗ് ബാഗ്, നോസിലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ കേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ കേക്ക് നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ ഈ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ബിസ്ക്കറ്റ് വെച്ചിട്ടാണ്. ഇപ്പോൾ ഡാർക്ക് ഫാൻറ്റസിയുടെ ഇതുപോലത്തെ 2 പാക്കറ്റ് ബിസ്ക്കറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു പാക്കറ്റ് 120 ഗ്രാമാണ് വരുന്നത്. അപ്പോൾ ഇതിന് ഇപ്പം നമ്മൾ അന്ന് വാങ്ങിച്ചപ്പോൾ ഒരു 20 രൂപയായിരുന്നു ഒരു പാക്കറ്റിന്. അപ്പോൾ ഇപ്പോൾ വിലയിൽ വ്യത്യാസം വന്നോന്ന് അറിയില്ല. പിന്നെ ഈ ബിസ്ക്കറ്റ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം നമുക്ക്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു മിക്സിയുടെ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ബിസ്ക്കറ്റൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ എളുപ്പം ഒന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് തന്നെ ആ 2 പാക്കറ്റ് ബിസ്ക്കറ്റും ഇതുപോലെ നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബിസ്ക്കറ്റ് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് ബേക്ക് ചെയ്യാനുള്ള പാത്രം ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു ഇഡ്ഡലി പാത്രത്തിലാണ് കേക്ക് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു പഴയ ഒരു അലുമിനിയത്തിൻ്റെ ഇഡ്ഡലി പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഉപ്പ് നമ്മൾ സാധാരണയായിട്ട് ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപ്പ് തന്നെയാണ്. അതുകൊണ്ടാണ് കളർ കുറച്ചൊന്ന് മാറിയിരിക്കുന്നത്. ആ ഉപ്പിൻ്റെ മുകളിലോട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് പകരം നിങ്ങൾക്ക് ഏതെങ്കിലും ചെറിയൊരു പാത്രം വെച്ച് കൊടുത്താലും മതി. നേരിട്ട് നമ്മൾ ഈ ഉപ്പിലോട്ട് പാത്രം ഇറക്കി വെക്കരുത്. അതായത് ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രം ഇറക്കി വെച്ച് കൊടുക്കരുത്. അപ്പോൾ ഇതുപോലെ ഇഡ്ഡലി പാത്രം ഒന്നും ഇല്ലെങ്കിൽ കുക്കറോ അല്ലെങ്കിൽ അടികട്ടിയുള്ള ഏതെങ്കിലും പാത്രം എടുക്കാം. പിന്നെ ഇതുപോലെ ഉപ്പ് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഉപ്പ് ഇടാതെ നിങ്ങൾക്ക് സ്റ്റാൻഡ് മാത്രം ഇറക്കി വെച്ച് കൊടുത്തിട്ട് അങ്ങനെയും ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഈ സമയം നമുക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം കൂടി ഒന്ന് റെഡിയാക്കി വെക്കാം. അല്ലാതെ ബാറ്ററൊക്കെ റെഡിയാക്കിയതിന് ശേഷം നമ്മൾ പാത്രം റെഡിയാക്കാൻ പോകരുത്. എപ്പോൾ കേക്ക് ഉണ്ടാക്കായാലും നമ്മൾ കേക്ക് ഉണ്ടാക്കാനുള്ള ബേക്കിംഗ് പാത്രം നമ്മൾ ആദ്യമേ തന്നെ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് ഓയിലൊക്കെ പറ്റി റെഡിയാക്കി വെക്കണം. അതിനായിട്ട് കുറച്ച് ഓയിലൊന്ന് എല്ലായിടത്തും ഒന്നായിട്ട് പറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബേക്കിംഗ് പേപ്പർ നമ്മൾ ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ അളവിൽ മുറിച്ച് വെച്ചിരിക്കുകയാണ്. അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലും കൂടി ഒന്ന് പറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഈ പാത്രത്തിൻ്റെ സൈഡിൽ നന്നായിട്ട് ഓയിൽ പറ്റേണ്ട ആവശ്യമില്ല. ചെറിയ രീതിയിൽ ഓയിൽ മതി. നന്നായിട്ട് ഓയിലായാൽ കേക്ക് ഇങ്ങനെ സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വരും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓയിലൊന്ന് തടവി കൊടുത്താൽ മാത്രം മതിയാവും. പാത്രം ഇതുപോലെ ഓയിലും ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള ഈ ബിസ്ക്കറ്റിലോട്ട് ഇനി നമുക്ക് കുറച്ച് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു 3/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പാൽ ഇവിടെ നമ്മൾ തിളപ്പിച്ചിട്ട് നന്നായിട്ട് ചൂടാറിയിട്ടുള്ള പാലാട്ടപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പാലും ബിസ്ക്കറ്റൊക്കെ കൂടിയിട്ട് നന്നായിട്ട് അടിച്ചെടുത്ത ശേഷം നമുക്കിതൊരു ബൗളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് ഈ ബാറ്ററിലോട്ട് നമുക്ക് കുറച്ച് നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുകയാണ്. നാരങ്ങയുടെ നീരില്ലെങ്കിൽ നിങ്ങൾക്ക് വിനാഗിരി ആയാലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഒരു ഫോക്കോ അല്ലെങ്കിൽ ഒരു തടിത്തവി ഉപയോഗിച്ചിട്ട്, നിങ്ങളുടെ കയ്യിൽ വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടായാലും നന്നായിട്ട് യോജിപ്പിച്ചെടുത്താൽ മതി. പയ്യെ ഒരേ ഡയറക്ഷനിൽ ആയിട്ടൊന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. ആ ബേക്കിംഗ് സോഡയും നാരങ്ങയുടെ നീരൊക്കെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആയി കാണുമ്പോൾ നമുക്ക് ഇത് നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള ആ പാത്രത്തിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുഴുവൻ ബാറ്റർ ഒഴിച്ചു കൊടുത്ത ശേഷം ഇതിൽ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പയ്യെ കുറച്ച് തവണ ഒന്ന് തട്ടിക്കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ തന്നെ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. ആ പാത്രത്തിലോട്ട് ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ പാത്രം നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയാണ്. ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത് ആദ്യത്തെ 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നീടുള്ള സമയത്തൊക്കെ നമ്മളിത് കുക്കായി വരുന്ന വരെ ഇതൊരു ലോ ഫ്ലെയിമിലും വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ ഇത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാനായിട്ട്.
അപ്പോൾ നമുക്കൊരു കേക്ക് ബേക്കായി കിട്ടിയത് ഒരു 50 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ്. 50 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ തുറന്ന് നോക്കിയിട്ട് ഒന്ന് കുത്തി നോക്കി. അപ്പോൾ കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നിങ്ങൾക്കായിട്ട് ഞാൻ കാണിച്ചു തരാം. കുത്തി നോക്കുമ്പോൾ ഇതുപോലെ ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ പാത്രത്തിലൊക്കെ വെച്ചിട്ട് കേക്ക് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ടൈമിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ എനിക്കെടുത്ത സമയമാവില്ല നിങ്ങൾക്ക് കേക്ക് ബേക്കായി വരാനായിട്ട് എടുക്കുക. അത് നിങ്ങളുടെ പാത്രത്തിനും ഫ്ലെയിമിനൊക്കെ അനുസരിച്ചിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളൊരു 25 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് കുത്തി നോക്കിയാൽ മതി. എന്നിട്ട് കുത്തി നോക്കുമ്പോൾ ഒട്ടിപ്പിടിച്ചിട്ടാണ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ വീണ്ടും ഒരു 10-15 മിനിറ്റ് കൂടുതൽ നേരം വെച്ചാൽ മതി. പിന്നെ ഈ പാത്രത്തിൽ നിന്ന് കേക്ക് ഒന്ന് മാറ്റി വയ്ക്കുക. നന്നായിട്ട് ചൂടാറാനായിട്ട് ഒന്ന് വയ്ക്കുക. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇതുപോലെ വേറൊരു പാത്രത്തിലോട്ട് നമുക്കൊന്ന് എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ ബേക്കിംഗ് പേപ്പറൊക്കെ ഒന്ന് എടുത്ത് കളയാം. അപ്പോൾ കേക്ക് നന്നായിട്ട് ചൂടാറി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കായിട്ടുള്ള ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു 1/4 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. ഞാൻ വെള്ളത്തിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ പകുതി പഞ്ചസാര ചേർത്താൽ മതിയാവും. അപ്പോൾ ഇനി വെള്ളം തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഇതിലോട്ട് കുറച്ച് ചെറിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, ഇല്ലെങ്കിൽ നിങ്ങൾ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പ്ലെയിൻ ആയിട്ടുള്ള ഷുഗർ സിറപ്പ് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളുള്ളത് കൊണ്ട് ചേർത്തു എന്ന് മാത്രം. ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു 8 ചെറി ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഒരു 2 മിനിറ്റോളം ഒന്ന് നമ്മൾ തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ കേക്കിൻ്റെ ഈ മുകളിലുള്ള നന്നായിട്ട് ഇങ്ങനെ പൊന്തി വന്നിട്ടുള്ള ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. കേക്ക് ഒന്ന് ലെവൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് മുറിച്ച് മാറ്റി കളയാം നമുക്ക്. അപ്പോൾ അത് കളയൊന്നും വേണ്ട, അത് നമുക്ക് ഇതിലേക്ക് ആവശ്യമില്ല എന്നേ ഉള്ളൂ. നമുക്കത് ചോക്ലേറ്റ് കേക്ക് പോലെയൊക്കെ കഴിക്കാം. അപ്പോൾ കേക്ക് നമുക്ക് ഒരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഇതുപോലത്തെ നീളത്തിലുള്ള വീട്ടിൽ തന്നെയുള്ള ഒരു കത്തിയാണ് എടുക്കുന്നത്. കുറച്ച് നീളമുള്ള കത്തിയൊക്കെ ആണെങ്കിൽ കേക്ക് മുറിച്ചെടുക്കാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ പയ്യെ ഇതുപോലെ പ്ലേറ്റ് ഒന്ന് തിരിച്ചു കൊടുത്തിട്ട് 3 ലെയറുകളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഓരോ ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ അത് ഒരേ ലെവലിലേക്കൊന്നും ആയിരിക്കില്ല. അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുന്ന കേക്കല്ലേ, വേറെ ആർക്കും പുറത്തേക്ക് കൊടുക്കാനൊന്നുമല്ലല്ലോ. നമുക്കത് ക്രീമൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് പറ്റാവുന്ന പോലെ 3 ലെയറുകളായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തോടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ ടേൺ ടേബിൾ. നമ്മൾ എല്ലാ വീഡിയോസിലും ഇതുപോലത്തെ ഒരു ടേൺ ടേബിൾ ആട്ടോ കാണിക്കാറ്. അപ്പോൾ വീട്ടിൽ നമുക്ക് ടേൺ ടേബിൾ ഒന്നും ഇല്ലെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. നമ്മളിപ്പോൾ ഇതിൻ്റെ താഴെ ഇതുപോലത്തെ ഒരു പാത്രമാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പ്ലേറ്റ് ഇങ്ങനെ ആ പാത്രത്തിന് മുകളിലോട്ടൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് കറക്കി നോക്കുക. നന്നായിട്ട് കറങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് അത് മതി ടേൺ ടേബിളിന് പകരമായിട്ട് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ കേക്കും പിന്നെ ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇനി ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ വിപ്പ് ക്രീമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളത് വിപ്പിംഗ് ക്രീം പൗഡർ ഉപയോഗിച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ള ക്രീമാണ്. വിസ്കൊക്കെ വെച്ചിട്ടാണ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാമെന്ന് ഓൾറെഡി നമ്മൾ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും പറഞ്ഞിട്ട് വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടണില്ല. അപ്പോൾ കാണാത്തവരാണെങ്കിൽ ഇപ്പം മുകളിൽ ഒരു കാർഡ് വരും, അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ആ പ്ലേറ്റിൻ്റെ മുകളിലോട്ട് നമ്മൾ കുറച്ച് ക്രീം ഒന്ന് വെച്ച് കൊടുത്ത ശേഷം ഒരു ലെയർ കേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഒന്ന് നനച്ചെടുക്കണം. കുറച്ച് ചെറിയ കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുക്കാം. അതൊക്കെ കടിക്കുമ്പോൾ കേക്ക് കഴിക്കുമ്പോൾ എന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം അങ്ങനെ കേക്ക് നനച്ചെടുത്ത ശേഷം ഇനി അതിൻ്റെ മുകളിലോട്ട് ക്രീം ഒന്ന് തേച്ച് കൊടുക്കുക. നമ്മൾ ഈ ഒരു കത്തിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് ക്ഷമ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. പിന്നെ ആദ്യമായിട്ട് ചെയ്യുമ്പോഴാണെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പിന്നെ അത് 1-2-3 വട്ടം ചെയ്യുമ്പോൾ നമുക്കത് എങ്ങനെ അതിൻ്റെ ഐഡിയ ഒക്കെ മനസ്സിലായിട്ട് വരും. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യണവരാണെങ്കിൽ ഒന്ന് ക്ഷമാപൂർവ്വം ഒന്ന് ചെയ്തെടുത്താൽ മതി. നിങ്ങൾക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം പൗഡർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് വിപ്പ് ക്രീം ഉണ്ടാക്കിയെടുക്കാമെന്ന് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏതെങ്കിലും കേക്കിൻ്റെ റെസിപ്പികൾ, അതായത് വിപ്പിംഗ് ക്രീം പൗഡർ ഉപയോഗിച്ചിട്ട് നമ്മൾ കേക്കുകൾ ചെയ്തിട്ടുണ്ട്, അത് കാണാം. അല്ലെങ്കിൽ എങ്ങനെയാണ് വിപ്പിംഗ് ക്രീം പൗഡർ ഉപയോഗിച്ചിട്ട് നല്ല സ്റ്റിഫായിട്ടുള്ള വിപ്പ് ക്രീം ഉണ്ടാക്കാമെന്നുള്ള വീഡിയോയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ കൊടുക്കാം. അപ്പോൾ കത്തി തന്നെ വെച്ചിട്ട് ഇതുപോലെ ക്രീമൊക്കെ തേച്ച് കൊടുത്ത് ഒന്ന് ലെവലാക്കി എടുക്കുക. അതിനുശേഷം അടുത്ത ലെയറും വെച്ചിട്ട് ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക.
അപ്പോൾ ഇനി അങ്ങനെ ഓരോ ലെയർ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ വിപ്പിംഗ് ക്രീം പൗഡർ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ക്രീമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് വെച്ചാൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അതിലൊഴിക്കണ പാലിൻ്റെ അളവൊന്ന് ശ്രദ്ധിക്കണം. അളവൊന്ന് കുറച്ച് കൂടിപ്പോയി കഴിഞ്ഞാൽ ക്രീം അത്ര സ്റ്റിഫ് ആവില്ല. അപ്പോൾ നമ്മൾ ഒഴിച്ചപ്പോൾ കുറച്ചൊന്നും കൂടിപ്പോയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അത്രത്തോളം സ്റ്റിഫായിട്ടുള്ള ക്രീമാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ കറക്റ്റ് അളവിൽ എങ്ങനെ നല്ല സ്റ്റിഫായിട്ടുള്ള ക്രീം കിട്ടാന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ കറക്റ്റ് പാലിൻ്റെ അളവ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് വെച്ചിട്ട് കറക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് നല്ല സ്റ്റിഫായിട്ടുള്ള ക്രീം തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ വീട്ടിൽ കേക്ക് ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ എല്ലാ ടൂൾസും ഒന്നും വാങ്ങണമെന്നൊന്നുമില്ല. അല്ലാണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് തന്നെ കേക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ ഒത്തിരി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോസൊക്കെ ദേ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. അപ്പോൾ ഇങ്ങനത്തെ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ ഞാൻ ഒരു ടൂൾസ് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ടേൺ ടേബിൾ ഇല്ല, ഐസിങ് ടൂൾസ് ഇല്ല, പിന്നെ പൈപ്പിംഗ് ബാഗും നോസിലൊക്കെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ കാണുന്ന കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ കാണിച്ച പോലെ തന്നെ ആ 3 ലെയർ കേക്ക് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലും സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ ക്രീം ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഏറ്റവും മുകളിലായിട്ട് ചെറിയ ഇടണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ ബാക്കിയുള്ളതുകൊണ്ട് ഇങ്ങനെ ഇട്ടു എന്ന് മാത്രം. നിങ്ങൾ ഉള്ളിൽ മാത്രമായിട്ട് അതിലും വെച്ചാൽ മതി. അപ്പോൾ ആ പാത്രം ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുത്തിട്ട് ക്രീം എല്ലായിടത്തും ഒന്ന് ആക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ചെയ്തിട്ട് ഇതുപോലെ ക്രീം എല്ലായിടത്തും നല്ല ഭംഗിയിലാക്കി എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് ഫ്രിഡ്ജിലേക്ക് കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് വീണ്ടും ഒന്ന് ചെയ്തെടുത്താൽ മതി. പിന്നീട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ കത്തിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും ഓരോ തവണയും ഇങ്ങനെ നമ്മൾ നന്നായിട്ട് ആ ലെവൽ ചെയ്ത് കൊടുക്കുമ്പോൾ ആ കത്തി ഒന്ന് തുടച്ചതിന് ശേഷം ആ ക്രീമൊക്കെ ആ കത്തിയിൽ നിന്ന് മാറ്റിയതിന് ശേഷം വീണ്ടും ഒന്ന് ലെവലാക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഒന്ന് പയ്യെ ഒന്ന് ആക്കി ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ തുടച്ചെടുത്ത ആ ക്രീം കളയണമെന്നല്ല കേട്ടോ പറഞ്ഞത്. ആ ക്രീം ആ കത്തിയിൽ നിന്ന് ഒന്ന് മാറ്റിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് അങ്ങനെ വടിച്ച് മാറ്റി വെക്കാനാണ് ഉദ്ദേശിച്ചത്. പിന്നെ ആ ക്രീം നമുക്ക് അതിൻ്റെ മുകളിൽ ഏതെങ്കിലും ഭാഗത്ത് ശരിക്കും ആയിട്ടില്ലെങ്കിൽ ആ ഭാഗത്തൊന്ന് തേച്ച് ഒന്ന് നല്ല ലെവലാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ബ്ലാക്ക് ഫോറസ്റ്റിലേക്കായിട്ട് നമുക്ക് ചോക്ലേറ്റ് വേണം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഡയറി മിൽക്കാണ് എടുത്തിരിക്കുന്നത്. 40 രൂപ വരെ 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡാർക്ക് കോമ്പൗണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതെടുക്കാം. അപ്പോൾ ഈ ഡയറി മിൽക്ക് 2 എണ്ണം ഇതുപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്ത ചോക്ലേറ്റ് ഫ്രിഡ്ജിലേക്ക് കുറച്ച് നേരം വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ പിന്നീട് കേക്കിൻ്റെ പുറത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ഇടാൻ പറ്റും. അപ്പോൾ നമ്മളിത് കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കൊണ്ട് വെച്ചിട്ടുണ്ട്. കേക്ക് ഇപ്പോൾ ഒന്ന് കുറച്ച് തണുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള നോസിൽ വെച്ചിട്ട് ഇതുപോലെ ചെറിയ ഡിസൈൻ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് പൈപ്പിംഗ് ബാഗും നോസിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടു നോക്കാം. ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നടുക്കിലും പിന്നെ സൈഡിലൊക്കെ ആയിട്ട് നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന ഡയറി മിൽക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചതില്ലേ അതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. നടുക്കിലൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ഇടണം. അപ്പോൾ ഒരു സ്പൂണൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് അവിടെ എവിടെ ആവാണ്ട് അതിൽ മാത്രം നടുക്കിൽ മാത്രം ഒന്നായിട്ട് നമ്മളൊന്ന് ആക്കിയെടുക്കുക. പയ്യൊന്ന് ശ്രദ്ധിച്ച് ചെയ്തെടുത്താൽ മതി. ഈ സൈഡിൽ ഇതുപോലെ നമ്മൾ ടേൺ ടേബിൾ ഒന്ന് തിരിച്ച് കൊടുത്തിട്ട് എല്ലായിടത്തുമായിട്ട് ആ ഡയറി മിൽക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ മുഴുവനായിട്ട് നമ്മൾ ഇതുപോലെ ചോക്ലേറ്റ് ഒക്കെ എല്ലായിടത്തും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ചും കൂടി ഭംഗി കൂട്ടാനായിട്ട് നമ്മൾ ചെറി ഉണ്ടെങ്കിൽ അതൊന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ പ്ലേറ്റ് ഒക്കെ ഒന്ന് ഭംഗിയാക്കി എടുക്കുകയാണ്. ആകെ ഇങ്ങനെ ചോക്ലേറ്റ് ഒക്കെ കിടന്ന് ആകെ വൃത്തികേടായിട്ട് ഇരിക്കണം. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. പക്ഷെ അത് കഴിക്കണേക്കാളും മുന്നേ ഇപ്പോൾ നമ്മൾ നേരെ പോയിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷം മാത്രം കഴിക്കുക. എന്നിട്ട് ഇത് മുറിച്ച് കഴിച്ചാൽ മതി. അപ്പോഴായിട്ട് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ബിസ്ക്കറ്റൊക്കെ വെച്ചിട്ടുണ്ടായതുകൊണ്ട് തന്നെ വേറെ മൈദയും കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ പോകണ്ട. ബേക്കിംഗ് പൗഡർ ഒന്നും വേണ്ട. നമുക്ക് ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ നമുക്കിത് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വല്ലപ്പോഴൊക്കെ കേക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കാൻ തോന്നുമ്പോൾ നമുക്ക് ബേക്ക് ചെയ്യാനുള്ള എല്ലാ ടൂൾസിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അല്ലാണ്ട് തന്നെ നമുക്ക് കേക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒത്തിരി വീഡിയോസ് നമ്മൾ വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് ഐസിങ് ചെയ്യണതൊക്കെ വീഡിയോസ് നമ്മൾ കേക്കിൻ്റെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഒന്ന് പോയിട്ട് കണ്ടു നോക്കാം. നിങ്ങൾക്ക് വീട്ടിൽ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കേക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ബിസ്ക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കില്ലേ? ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻസിനായിട്ട് കാത്തിരിക്കുന്നു. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഈ ചാനലിൽ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും കൂടി അറിയിക്കണം.
അപ്പോൾ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. അതുവരെ നിങ്ങളെല്ലാവരും നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഹെൽത്തി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.